അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എടുക്കാനുള്ളത് ബാത് കുച്ച് ഓർ ആകെ ബഡി അല്ലേ, അവിടുന്നല്ലേ? ഇൻഷാ അല്ലാ. ബാത് കുച്ച് ഓർ ആകെ ബഡി, കാര്യം കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ടാഗോർ കെ ശുഹ്റത്ത് നോർമൽ സ്കൂൾ കെ സൂപ്രണ്ട് തക് പഹുഞ്ചി. ടാഗോറിന്റെ പ്രസിദ്ധി നോർമൽ സ്കൂളിന്റെ സൂപ്രണ്ടിന്റെ അടുത്ത് വരെ എന്തായി എത്തി. ഉനാനെ ടാഗോർ കെ ഷേർ സുൻകർ, അദ്ദേഹം ടാഗോറിന്റെ ഈ ഒരു കവിത കേട്ടിട്ട് ഉനെ അവർ അപ്പിനെ സഹാസ് ശാഗിർദോമേ ഷാമിൽ കർ ലിയ, തൻ്റെ പ്രത്യേകമായിട്ടുള്ള ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇയാളെ ഉൾപ്പെടുത്തി. പാട്ട് കേട്ടപ്പോൾ തൻ്റെ പ്രത്യേകമായ കുട്ടികൾ ഉണ്ടാവൂലേ, അവരെ കൂട്ടത്തിൽ കൂട്ടി. ടാഗോർ की जिंदगी जिस अधूरी तालीम के दौर से गुजर रही थी. ടാഗോറിന്റെ ജീവിതം, ലൈഫ് എന്ന് പറയുന്നത് ആ അപൂർണമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയായിരുന്നു. അപൂർണമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. वो टैगोर के खानदान के लिए किस तरह इत्मीनान बख्शी थी. അത് ടാഗോറിന്റെ കുടുംബത്തിന് ഒരു നിലക്കും ഒരു സമാധാനവും നൽകപ്പെട്ടിരുന്നില്ല. ടാഗോറിന്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഒരു സമാധാനവും ലഭിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു അപൂർണമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പിനെ ബഡേ ബായി ജീവതിനാഥ് കെ സാത്ത്, തൻ്റെ വലിയ സഹോദരനായ ജീവതിനാഥിനോട് കൂടെ ഉനെ അവർ അങ്കുലിസ്ഥാൻ താലീം ഹാസിൽ കർനെ കെ ലിയെ ഭേജ് ദിയാ ഗയാ, അവരെ ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി ഭേജ് ദിയാ ഗയാ, പറഞ്ഞയക്കപ്പെട്ടു. പിന്നെ 1877 ആ അന്നത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ടാഗോർ കോ പഹിലെ തോ ഐഡൻ കോളേജ് പെർ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ മേ ദാഖിൽ കറാ ദിയാ ഗയാ. അദ്ദേഹത്തെ 1877 ടാഗോർ ആദ്യമായി ഇവിടെ പ്രവേശിക്കപ്പെട്ടത് ഐഡൻ കോളേജിൽ, പിന്നെ അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിലും, ലണ്ടനിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിലും പ്രവേശിക്കപ്പെട്ടു. ജഹാ വോ കൈ മഹീനെ തക് പഠിത്തേ രഹേ, അവിടെ ഒരുപാട് മാസങ്ങളോളം അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നു. ലേക്കിൻ പക്ഷേ ജൽദി ഹി, വളരെ പെട്ടെന്ന് തന്നെ ഉൻകാ ദിൽ ഉച്ചാടോകയ, അദ്ദേഹത്തിന്റെ മനസ്സ് പിന്മാറി. കാരണം എന്താ? തഅസ്സുബ് കാലേ ഗോറേ കാ ഫർക്ക്, പക്ഷപാതിത്വം, അതുപോലെ കറുത്ത വെളുത്തവരുടെ ഇടയിലുള്ള ആ ഒരു ഫർക്ക്, അതുപോലെ ഗുലാം ഓർ ആക്കാക്ക ഇംതിയാസ്, അടിമ ഉടമ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു മാറ്റം അല്ലേ, ഒരു രണ്ടാം കണ്ണോട് കൂടെ കാണുന്ന ആ രീതിയിലുള്ള ഒരു സമീപനം. ഉൻ സബ് ബാത്തോങ്കോ, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഉൻകാ ദിൽ ബർദാശ്തിനെ കർപ്പായ, അദ്ദേഹത്തിന്റെ ഹൃദയം ഒരിക്കലും സമ്മതിച്ചില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഹൃദയം രാജിയാവാൻ തയ്യാറായില്ല. ഓർ ഏക് മർത്തബ, വീണ്ടും ഒരു പ്രാവശ്യം പിർ ഉനോനെ അവർ അപ്പിന സാരാധ്യാൻ, തന്റെ മുഴുവൻ ശ്രദ്ധയും ഷീറോ ഷായിർ ഷായിരി ഓർ അദബി മശലോ കി തറഫ് ലഗാ ദിയാ, കവിതയുടെയും കവി എന്ന നിലക്കും അതുപോലെ സാഹിത്യ മേഖലകളിലും സാഹിത്യ തൊഴിലുകളുടെ ഭാഗത്തേക്ക് ലഗാദിയ ചേർത്തു വെച്ചോ. മനസ്സിലായോ? അതിലേക്ക് തിരിഞ്ഞു എന്നർത്ഥം. ഉസ് ജമാനെ മേ ഉനോനെ നസ്മ സെ സിയാദ നസർ ലിഖിനെ കി കോശിഷ് കി, ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നസ്മിനേക്കാളും ഏറ്റവും കൂടുതൽ നസർ എഴുതാനായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചിരുന്നത്. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഓക്കെ, ഉഷാറായിട്ട് നല്ല രീതിയിൽ പഠിച്ച് ഷോർട്ട് എഴുതി വരിക കേട്ടോ. എല്ലാ അർത്ഥങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.